ഇടതടവില്ലാതെ ചെയിൻ സർവീസുകളും ദീർഘദൂര സർവീസുകളുമായ അയ്യപ്പ ഭക്തരുടെ യാത്ര സുഗമമാക്കാൻ സൗകര്യമൊരുക്കുകയാണ് KSRTC. പമ്പയിൽ നിന്നും 196 ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. പമ്പ നിലയ്ക്കൽ റൂട്ടിൽ ഇരുവശത്തേക്കുമായി ഇതുവരെ 71,500 ചെയിൻ സർവീസുകൾ നടത്തിയിട്ടുണ്ട്. പമ്പയിലേക്ക് 8,030, പമ്പയിൽ നിന്ന് 8,050 എന്നിങ്ങനെ ദീർഘദൂര സർവീസുകളും നടത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ തെങ്കാശി, പളനി, കോയമ്പത്തൂർ തുടങ്ങി ഇന്റർ സ്റ്റേറ്റ് സർവീസുകളും ആരംഭിച്ചു കഴിഞ്ഞു. ഗുരുവായൂർ, തൃശൂർ എന്നീ സ്ഥലങ്ങളിലേക്കും സർവീസുകൾ നടത്തുന്നുമുണ്ട്. പമ്പ ഓഫീസിൽ യാത്രക്കാർക്ക് ട്രാവൽ കാർഡുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിലേക്ക് ചാർട്ടേഡ് ട്രിപ്പുകളും ക്രമീകരിച്ചു കഴിഞ്ഞു. യാത്രാമാർഗവും വിശ്രമവും പമ്പ, ത്രിവേണിയും നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ കണക്ട് ചെയ്തുകൊണ്ടുള്ള സർവീസുകൾക്ക് പുതിയ ഐഷർ ബസ്സുകളും അനുവദിച്ചു കഴിഞ്ഞു. പമ്പ ഡിപ്പോയിൽ നിന്ന് മാത്രം 40 ലക്ഷം രൂപയുടെ പ്രതിദിന വരുമാനമാണ് KSRTCക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്തരുടെ എണ്ണത്തിൽ മുൻവർഷത്തെക്കാൾ വർധനവുണ്ടായെങ്കിലും കൃത്യമായ ക്രമീകരണങ്ങളിലൂടെ എല്ലാവർക്കും സുഗമമായ ദർശനം സാധ്യമാക്കാൻ കഴിഞ്ഞെന്ന് ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്ററായ ADGP S. ശ്രീജിത്ത് അറിയിച്ചു. കഴിഞ്ഞ വർഷം ഈ സമയം 21 ലക്ഷം ഭക്തരാണ് എത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ അത് 25 ലക്ഷം പിന്നിട്ട് കഴിഞ്ഞു. ആദ്യ ദിവസങ്ങളിൽ വലിയ തിരക്ക് വന്നെങ്കിലും അത് പരിഹരിക്കാൻ സാധിച്ചിരുന്നു. വെർച്വൽ ക്യൂ പാസ് അനുവദിച്ചിരിക്കുന്ന ദിവസം തന്നെ ഭക്തർ പലരും എത്താതിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പ്രതിസന്ധി ഉണ്ടായത്. പാസ് അനുസരിച്ച് അതേ ദിവസം തന്നെ ഭക്തർ എത്തിയാൽ എല്ലാവർക്കും ദർശനത്തിന് സമയം ലഭിക്കും. ക്രമം തെറ്റിച്ചെത്തുന്ന ഭക്തർ അധികൃതരുടെ നിർദ്ദേശം അനുസരിച്ച് കാത്തു നിൽക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഇത്തവണത്തെ പ്രത്യേക വാരാന്ത്യ ദിവസങ്ങളിൽ തിരക്ക് കുറയുന്നു എന്നതാണ് കാരണമായത്. എന്നാൽ പ്രവൃത്തി ദിവസങ്ങളിൽ വലിയ തോതിൽ ഭക്തർ എത്തുകയും ചെയ്യുന്നുണ്ട്. ഡിസംബർ അവസാന വാരത്തോടുകൂടി തിരക്ക് കൂടുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. ദർശനം സുഗമമാക്കാൻ എല്ലാവിധ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്.